എല്ലാരും പടം നോക്കി കരഞ്ഞു. വീട്ടിലെ പടം ഹാഷിർ പടം നോക്കി. പിന്നെ അതിനകത്ത് സ്കൂൾ ജീവിതമെല്ലാം കൊള്ളായിരുന്നു. പിന്നെ ലാസ്റ്റ് സീനെ മാസ് ഉണ്ട്, അത് കൊള്ളായിരുന്നു. ഏകദേശം ഒരു ഫീലിങ്സ് വന്നു, അത്രേ ഉള്ളൂ. പടം നോക്കി. ഇതാണ് സിനിമ, ഇതാണ് പൊളി സിനിമ, ഇങ്ങനെയാണ് സിനിമ എടുക്കേണ്ടത്. ഇതാണ് അനുഭവ സിനിമ എന്ന് പറയുന്നത്, ഇതാണ് സിനിമ. ഇതിൻ്റെ മുകളിൽ വെക്കാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമ വന്നിട്ടുമില്ല, ഇനി നിങ്ങൾ സിനിമ കാണുകയും ചെയ്യില്ല. ഇത് കണ്ടില്ലേ നിങ്ങളുടെ തീരാ നഷ്ടമാണ്. നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്ന സിനിമയാണിത്. നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഇത് കാണുക, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. ഇതാണ് സിനിമ. പടം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഹാഷിർ ഒരു നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിരുന്നത്. എല്ലാ സ്കൂൾ കുട്ടികളും തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. കാരണം ഇന്നത്തെ കുടുംബത്തിൽ നടക്കുന്ന പല സംഭവങ്ങളാണ് കാണിക്കുന്ന ഒരു അച്ഛൻ മകൻ ബോണ്ടിങ്ങും ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങും കാണിക്കുന്ന നല്ലൊരു സിനിമ. കരഞ്ഞറിഞ്ഞു അത്യാവശ്യം മറ്റേ ക്ലൈമാക്സ് ഒക്കെ ഇമോഷണലായിട്ട് വർക്കായിട്ടുള്ള വാഴ വന്നു വളരെ ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുക്കി പിള്ളേർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മെസ്സേജ് ഉണ്ട്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അതിനെതിരെയല്ല, എല്ലാം കൊണ്ട് നല്ല ഫിലിമാണ്. പെരേറിൽ കരയുണ്ടായിരുന്നു, ഞാനും കരയുന്ന പോലെയായി. ഓൾമോസ്റ്റ് എല്ലാവരും കരഞ്ഞു. നല്ല മെസ്സേജും ഉണ്ട്, നല്ല എൻ്റർടൈനറും ആണ്. നല്ല പടം. അടിയുണ്ട്, കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. വാഴ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. വാഴ ഫസ്റ്റൊന്നുമല്ല, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന സിനിമയാണ്. എൻ്റെ പൊന്നെ എന്ത് ഗംഭീര പെർഫോമൻസ്, ഗംഭീര ഡയറക്ഷൻ, സ്ക്രിപ്റ്റൊക്കെ പൊളി, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫൊക്കെ തീയാണ് സിനിമ. ഇതാണ് സിനിമ. വാഴ സെക്കൻഡ്. ഇത് മലയാളത്തിൽ എനിക്കൊന്ന് ഭയങ്കര ഹിറ്റാവും ഈ സിനിമ. ഇത് കുടുംബ പ്രേക്ഷകരെന്ന് മാത്രമല്ല, യുവാക്കൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും കണ്ടിരുന്നു. നൊസ്റ്റാൾജിയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്ന് ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും നല്ല ഗംഭീരമായിട്ട് ഞാനൊരു സിനിമ ആസ്വദിക്കുന്നത്. ഇത് കുടുംബസമേതം വന്ന് കാണണം. ഈ സിനിമ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. നിങ്ങൾ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാഴ സെക്കൻഡ് നിങ്ങൾ കാണുക, ധൈര്യമായിട്ട് കാണുക. അത്ര ഗംഭീര മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമയാണ്. നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ടിക്കറ്റ് എടുത്തോ. ഇത്രയും നല്ല ഒരു ഡയറക്ടർ ഇനി ഇദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. അതുപോലെ ഇതിനെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവരും മികച്ച ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത് ചർച്ചയാവുന്ന സിനിമയാണ്. ഇത് വലിയ ഒരു ഹിറ്റിലേക്ക് ഈ സിനിമ പോകും. എനിക്ക് തോന്നുന്നു ഈ യുവത്വങ്ങളിലെ ഏറ്റവും ഹിറ്റായിട്ട് മാറാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് വാഴ സെക്കൻഡ്. ധൈര്യമായിട്ട് കണ്ട നിങ്ങൾക്ക് ഒരു ഫോൾട്ടും വരില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രയോജനങ്ങളും ഒരുപാട് ഉപകാരം, ജീവിതത്തിലേക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ ഒരുപാട് നയിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ. വലിയ സിനിമയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു ഗംഭീര സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് ഇഷ്ടമായി പടം. പുതിയ ടീം, ആഷിറിൻ്റെയൊക്കെ ടീം നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ്ഡായുള്ള ആക്ടേഴ്സ് അഭിനയിക്കുന്നത്, അതേപോലെ തന്നെ അഭിനയം. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ചിരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫിന് ശേഷം പിന്നെ കുറച്ച് സീരിയസ് ആയി കഥ. എല്ലാം ഭാഗങ്ങളും ഇപ്പോൾ നമ്മളെ കോമഡി ആണെങ്കിലും അതുപോലെ തന്നെ സീരിയസ് ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി പടം.